முதல்ல அகாடமிலேருந்து அவனை கழுத்து பிடிச்சி வெளியே தள்ளணும். ஐ வாண்ட் ஹிம் ஆன் சார்ஜ் ஷீட். விஷயம் இப்போ கைமீறி போயிடுச்சு. வீட்டுக்கு வந்து பண்ண கலாட்டால வெளியே தலை காட்ட முடியல. இவனெல்லாம் ஜெயிலுக்கு அமிச்சாதான் திருந்துவான். എക്സ്ക്യൂസ് മീ സർ, ഞാനും എൻ്റെ വൈഫും പരമാവധി ഉദ്ദേശിച്ച് നോക്കി. ഇതൊക്കെ അവൻ്റെ റെക്കോർഡ്സിനെ വല്ലാതെ ബാധിക്കുമെന്ന് പറഞ്ഞു കൊടുത്തതുമാണ്. പിന്നെ തല്ലി അനുസരിപ്പിക്കാൻ അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. സർ, വി ഓൾ നോ രുദ്ര ഈസ് എ മെറിറ്റോറിയസ് കാഡറ്റ്. പക്ഷേ ഈ വിഷയത്തിൽ ഇഫ് യു സ്റ്റിൽ തിങ്ക് ഹിസ് എക്സ്പെൽഷൻ ഇസ് ഓൾ ദാറ്റ് ഈസ് ലെഫ്റ്റ്, യു ക്യാൻ ഗോ അഹെഡ്. அவன் ஸ்கூல் படிக்கிற பையன் இல்லையே. இஸ் அ பிளடி ஆனிமல். கட்டி போட்டு அடிச்சாதான் அவனுக்கு புரியும். ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാവരും കൂടി എന്റെ മോന്റെ മേത്ത് കയറുന്ന എന്തിനാ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവൻ മാത്രമല്ല, നിങ്ങളുടെ മോളും കൂടി അതിന് ഉത്തരവാദിയാ. അവർക്ക് അവരുടെ മോളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് എന്റെ മോന് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന എന്തിനാ? ഇത് എവിടുത്തെ ന്യായം? நியாயம் தர்மத்தை பத்தி என்கிட்ட பேசாதீங்க. ஒரு டெக்கரேட்டட் ஆஃபீஸரையும் ஃபேமிலியும் தட்டன் பண்ணுறது பனிஷபிள் ஆஃபென்ஸ் தெரியும்ல. உங்க பையன் ஒரு ரிப்பீட் ஆஃபெண்டர். உங்களால உங்க பையனை கண்ட்ரோல் பண்ண முடியலனா என்கிட்ட சொல்லுங்க, நானே பாத்துக்கிறேன். സാറിനെ പാക്കോ എന്നാ അങ്ങോട്ട് തെത്തെടുത്തോ. നിന്റെ ഒരു നാക്ക്. രുദ്ര, പുറത്തു പോ. ഞാനിപ്പോ എന്താ ചെയ്ത? ഏയ്, എങ്ങടി പോരെ? ഉക്കാര്. See what I'm dealing with. I want him expelled, period. Let's not make it official. I'll give him a warning. Verbal warnings are pointless. நான் என் பொண்ணு ஆஸ்திரேலியா அனுப்புறதா இருக்கேன். I want their word. அங்கேயும் அவன் ப்ராப்ளம் கிரியேட் பண்ண மாட்டாங்க. Let's hope so. ഞാനൊരു സിവിലിയൻ ആവാൻ തീരുമാനിച്ചു. സിവിലിയനോ? എതൊക്കെ? ഞാനൊരു ആർമി ഓഫീസർ ആവാൻ പോകുന്നുണ്ടല്ലേ. എൻ്റെ അപ്പാവൊക്കെ എന്നെ ഇഷ്ടമല്ലാതെ. അപ്പാക്ക് പിടിക്കാത്തത് ഒന്ന്. ഇൻ എനി കേസ് ഐ ആം നോട്ട് ഗോയിങ് ടു മാരി എ സിവിലിയൻ. അപ്പം ഞാൻ വല്ല ഡോക്ടറോ ക്ലർക്കോ തുണിക്കടയിൽ സെയിൽസ്മാൻ ആയിരുന്നെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടില്ലേ? என்ன டாக்டர் இன்ஜினியர், நீ ஆட்டோக்காரன், லாரி டிரைவர், பார் ஓனர், இல்லை துணி தேய்க்கிறவனா இருந்தாலும் ஏ ருத்ரதேவா, ஐ ஸ்டில் லவ் யூ. നിന്റെ അച്ഛൻ നിങ്ങളെവിടെ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞു? ഓൾറെഡി അക്ഷര I got through Deakin University. Deakin? Australia? And you're going? Rutra, Satyama, I didn't think I would get through. Anna, admission kadachapro, Appa says I must go. നീ എന്ത് തീരുമാനിച്ചു? I'm thinking it's a good idea too. Listen, கொஞ்ச நாள் பிரிஞ்சிருக்கிறது தான் நல்லது. நான் கோர்ஸ் முடிக்கிறேன், நீ உன் ட்ரைனிங் முடி, and we'll do what we have to do. இப்பெல்லாம் லாங் டிஸ்டன்ஸ் ரிலேஷன்ஷிப் ஒரு மேட்டரே இல்லை. You know, these days with FaceTime and Skype and all, it'll be like we're just right next to each other. Rutra. എനിക്ക് ഈ ഫേസ് ടൈം വേണ്ടത്. നീ അവിടെ ചെന്നവരെ സായിപ്പിനോട് പോയാലോ? കൊന്നുകളി சாய்ப்பனையோ? നിന്നെ. இவ்வளோ ஹாட்டாகவும் க்யூட்டாகவும் இருக்கிற என்ன யாரால ரெசிஸ்ட் பண்ண முடியும்? I can't blame them. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞത്, നീ എൻ്റേത് മാത്രം. நானும் அதைத்தான் சொல்றேன். நான் உனக்கு சொந்தமானவன், உனக்கு மட்டும் என்ன நம்பு. നിൻ്റേത് മാത്രം. ട്രസ്റ്റ് മീ. അതവൾ അവസാനമായി എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ ഒരു വിവരമില്ല. You didn't hear from her? What do you mean? ഞാൻ കുറേ കോൺടാക്ട് ചെയ്യാൻ നോക്കിയതാണ്, സമ്മതിച്ചില്ല. അതിനടുത്ത ആഴ്ച അവൾ ഓസ്ട്രേലിയക്ക് പോയി. സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കുറേ കാശ് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഒരു FL എടുത്ത് അവളെ കാണാൻ ഓസ്ട്രേലിയക്ക് പോയി. तो उससे मिलना ऑस्ट्रेलिया गया? എന്നിട്ട് അവളെ കണ്ടോ? मिली क्या नहीं मिली? കണ്ടു. അപ്പോൾ എന്താ ചെയ്യുന്നറിയോ? കണ്ട ഉടനെ വീട്ടിൽ കയറി കഥ അടച്ചു. രാത്രി മുഴുവൻ ഞാൻ അവളുടെ വീടിന് പുറത്ത് കാത്തു. അവൾ കഥവും തുറന്നില്ല, എന്നോടൊരു അക്ഷരം മിണ്ടിയില്ല. लड़की तो पत्थर दिल निकली. ഞാൻ അറിയുന്ന അക്ഷരം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അവൾ ശരിക്കും മാറി.
കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുക. അവൾ എൻ്റെ ആരുമല്ല. ഇന്നലെ ഈ കത്ത് കിട്ടുന്നവർ അവളാ ചൊറിയാൻ കസനായി സാർ. അതാ മനഃപൂർവ്വം ചെയ്താ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യാൻ. അവളുടെ കല്യാണം पुलिस वाले से शादी कर रही है, ये क्या बकवास कर रहा है यार? അവള് കല്യാണം കഴിക്കുന്നതിനല്ല, ഒരു പോലീസുകാരനെ കെട്ടുന്നതിനായിരിക്കും. വായേ സാർ, അവൾ എന്തിനാ ഒരു പോലീസ് ഓഫീസറിനെ കല്യാണം കഴിക്കുന്നത്? ഐ ഡോണ്ട് നോ സാർ. അവൾ ഇങ്ങനെയൊന്നും പറയാതെ പോകാൻ എന്താ കാരണം? ഐ ഡോണ്ട് നോ. നിനക്ക് അറിയാമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല, അവളെ ഞാൻ എന്നേ മറന്ന. അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് ഞാൻ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അപ്പോഴാ അവളുടെ കല്യാണക്കാരൻ.